എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു തനി നാടൻ വിഭവമായിട്ടാണ് ഞാൻ വന്നേക്കണത്. പടവലങ്ങയും മുട്ടയും കൊണ്ടൊരു തോരൻ. എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരണേങ്കിൽ താഴത്തുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ഓൾസോ അതിൻ്റെ ഒപ്പമുള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ എടുത്തേക്കണത് കുറച്ച് തുരുവിയ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, 2 ചെറിയ ഉള്ളി. എല്ലാത്തിൻ്റെയും എക്സാക്ട് മെഷർമെന്റ്സ് ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ചതച്ച് മാറ്റി വെക്കാം. അടുത്തത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. അടുത്തത് സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയി. സവാളയും നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർക്കാം. പടവലങ്ങയുടെ തോലൊക്കെ ഒന്ന് ചീകി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണത്. പടവലങ്ങയും സവാളയും കൂടി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഈ പടവലങ്ങ വേവിച്ചെടുക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് പടവലങ്ങ വേവിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയി. പടവലങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് ഇനി പാനിന്റെ ഒരു സൈഡിലേക്ക് ഒതുക്കി കൊടുത്തിട്ട് 2 മുട്ട കുറച്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ സൈഡിൽ തന്നെ വെച്ച് മുട്ട ചിക്കി എടുക്കാം. ആദ്യം തന്നെ മുട്ടയും പടവലങ്ങയും മിക്സ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ മുട്ട നല്ലോണം സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഇനി ഇത് പടവലങ്ങയുടെ ഒപ്പം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ ആദ്യം ചതച്ചു വെച്ച തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെയാണ്. തേങ്ങ ചേർത്ത് നല്ലോണം ഇളക്കി നമുക്കിത് വീണ്ടും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് ആയി. തേങ്ങയുടെ പച്ചമണവും ഒക്കെ പോയി. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ പടവലങ്ങ മുട്ട തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല ചൂട് ചോറും മോരുകറിയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു ഉഗ്രൻ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്